വചനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മുടെ അകത്ത് വസിക്കുന്ന ജീവനെ കുറിച്ചാണ് നമ്മൾ ധ്യാനിച്ചു കൊണ്ടിരുന്നത്. സഭ ഒരുമിച്ച് ഈ ജീവനെ ശ്രദ്ധിക്കണം. കാരണം നമ്മൾ വീണ്ടും ജനിച്ചവരാണ്. വീണ്ടും ജനിച്ച നമ്മുടെ അകത്ത് ഈ ദൈവത്തിന്റെ ജീവനെ നമ്മുടെ ആത്മാവിൽ ദൈവം പകർന്നിട്ടുണ്ട്. നമ്മുടെ ആത്മാവിൽ പകർന്ന ഈ ദൈവത്തിന്റെ ജീവൻ, ഈ ദൈവത്തിന്റെ ജീവൻ നമ്മുടെ ഹൃദയത്തിലേക്ക് ഒഴുകിയാൽ മാത്രമേ ദൈവത്തെ നമുക്ക് അനുഭവിക്കാൻ പറ്റൂ. മനസ്സിലായി നിങ്ങൾക്ക്? പിതാവാം ദൈവത്തിന്റെ ആഗ്രഹം എന്താണെന്ന് അറിയാമോ? വീണ്ടും ജനിച്ച വ്യക്തികൾ അവന്റെ അകത്തു വന്ന ഈ ജീവനെ അനുഭവിച്ച് ജീവിക്കണമെന്നാണ്. നമ്മൾ ആരും പ്രാകൃതന്മാരായി ജീവിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. പ്രാകൃതന്മാരുടെ പ്രത്യേകത നിങ്ങൾക്കറിയാമോ? ആ പ്രാകൃത മനുഷ്യന് ദൈവാത്മാവിന്റെ ഉപദേശം സ്വീകരിക്കാൻ കഴിയത്തില്ല. ഒരു കാലത്ത് നമ്മൾ പ്രാകൃതമായ അനുഭവത്തിലായിരുന്നു. ആ പ്രാകൃതമായ അനുഭവത്തിൽ തുടരുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. വചനം പറയുന്നു, പ്രാകൃതന്മാർക്ക് ദൈവാത്മാവിന്റെ ഉപദേശം സ്വീകരിപ്പാൻ കഴിയത്തില്ല, അത് അവന് ഭോഷത്വമാണ്. പക്ഷെ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മുടെ അകത്തു വന്ന ഈ ദൈവജീവൻ, ആ ദൈവജീവനാൽ നമ്മൾ ജീവിക്കണമെന്നാണ്. ദൈവജീവന്റെ നിറവിൽ നമ്മൾ ജീവിക്കണമെങ്കിൽ നമ്മുടെ അകത്ത് വസിക്കുന്ന ഈ ജീവനെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ആ ജീവന് വില കൊടുക്കണം. മനസ്സിലായോ? നമ്മൾ വില കൊടുത്തില്ലെങ്കിൽ ഈ ദൈവജീവന്റെ അകത്ത് ദൈവത്തിന്റെ ശബ്ദമുണ്ട്. ദൈവജീവന്റെ അകത്ത് ദൈവത്തിന്റെ ഹിതമുണ്ട്. ദൈവജീവന്റെ അകത്ത് നമ്മെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടങ്ങളുണ്ട്. ഹല്ലേലൂയ. ഈ ദൈവത്തിന്റെ ജീവൻ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി, ദൈവത്തിന്റെ ഹിതം, ദൈവത്തിന്റെ ഇഷ്ടം, ദൈവത്തിന്റെ ആഗ്രഹം, ഇതൊന്നും നമുക്ക് അനുഭവിക്കാൻ പറ്റത്തില്ല. ദൈവം ആഗ്രഹിക്കുന്നത് ഈ ജീവനെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ വീണ്ടും ജനിച്ചിരിക്കുക. മറ്റുള്ളവരിൽ നിന്ന് നമ്മെ വ്യത്യസ്തനാക്കുന്നത് വീണ്ടും ജനനമാണ്. അങ്ങനെ വീണ്ടും ജനിച്ചെന്നുറപ്പുള്ളവർ, യെസ്, നമ്മൾ വീണ്ടും ജനിച്ചിരിക്കുക. ഇനി നമുക്ക് അതിൽ നിന്ന് മാറാൻ പറ്റുമോ? പറ്റത്തില്ല. നമ്മുടെ സ്ഥാനം ദൈവം മുന്നമേ നിശ്ചയിച്ചു. നമ്മൾ വീണ്ടും ജനിച്ചു. പുത്രത്വത്തിന്റെ ആത്മാവിനെ നമ്മൾ അകത്ത് തന്നു. നമ്മളെ പിതാവാം ദൈവം പുത്രന്മാരും പുത്രിമാരുമാക്കി. മനസ്സിലായോ നിങ്ങൾക്ക്? ഇനി ആ പുത്രത്വത്തിന്റെ ആത്മാവ് അല്ലെങ്കിൽ ദൈവത്തിന്റെ ജീവൻ നമ്മുടെ ഹൃദയത്തിലേക്ക് ഒഴുകണമെന്ന് നമ്മൾ പഠിച്ചു. ഹൃദയത്തിലേക്ക് ഒഴുകണമെങ്കിൽ ആ ജീവന്റെ സമൃദ്ധി ഉണ്ടാകണം. ജീവന്റെ സമൃദ്ധി ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ആത്മാവിൽ നിന്നും ദൈവത്തിന്റെ ജീവൻ നമ്മുടെ ഹൃദയത്തിലേക്ക് ഒഴുകാൻ തുടങ്ങുന്നത്. വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നു, യേശു വന്നത് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധമായ ജീവൻ ഉണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. ഈ ജീവൻ നമ്മുടെ ആത്മാവിൽ നിന്നും നമ്മുടെ ഹൃദയത്തിലേക്ക് എപ്പോഴാണ് ഒഴുകുന്നത്? അതിന്റെ സമൃദ്ധി വെളിപ്പെടുമ്പോൾ. എന്നാൽ പിശാചിനെ കുറിച്ച് പറയുന്നു, അവനെ കുറിച്ച് പറയുന്ന പദം കള്ളനെന്ന. കള്ളൻ എന്തിനാ വരുന്നത്? മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനുമാണ് ആര് വരുന്നത്? കള്ളൻ വരുന്നത്. യേശുക്രിസ്തുവോ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും ജീവനുണ്ടായി വീണ്ടും ജനിച്ചപ്പോ അടുത്ത പദം സമൃദ്ധിയായ ജീവൻ ഉണ്ടാകുവാൻ.
ഹല്ലേലൂയ. ഈ ജീവന്റെ സമൃദ്ധിയിലേക്ക് വരുമ്പോൾ നമ്മുടെ ഹൃദയത്തെ ഈ ജീവൻ നിറയ്ക്കും. ഹൃദയത്തിൽ നിന്നും ശരീരത്തെ ഈ ജീവൻ നിറയ്ക്കും. ഇതിനെയാണ് ജീവന്റെ സമൃദ്ധി എന്ന് പറയുന്നത്. ഇത് രണ്ടും അവന്റെ മക്കൾക്കുണ്ടാകണം. വാക്യം വായിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 24-ാമത്തെ വാക്യം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 12:24. ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയെ ഇരിക്കും, ചത്തു എങ്കിലോ വളരെ വിളവുണ്ടാകും. എപ്പോഴാ വിളവുണ്ടാകുന്നേ? ചാകുമ്പോ. എപ്പോഴാ വിളവുണ്ടാകുന്നേ? ചാകുമ്പോ. ഹല്ലേലൂയ. ഒരു ഗോതമ്പ് മണി കാഴ്ചയിൽ ഏറ്റവും ചെറുതാ. കണ്ടാൽ ചിലപ്പോൾ ആരും പറയത്തില്ല അതിനകത്ത് ജീവനുണ്ട്, അത്ര ചെറുതാ. പക്ഷെ ഒരു ഗോതമ്പ് മണി നിലത്ത് വീണ് മണ്ണിനടിയിൽ വീണാൽ ആ മണ്ണിനടിയിൽ വീണ ഗോതമ്പ് മണിയെ ആ മണ്ണങ്ങ് ഞെരുക്കും. മനസ്സിലായോ? ഞെരുക്കി അതിന്റെ പുറന്തോടങ്ങ് പൊട്ടും. പുറന്തോട് പൊട്ടുമ്പോഴാണ് അതുവരെ തന്നെ ഞെരുക്കിയ ആ മണ്ണിനെ തുളച്ചുകൊണ്ട് ജീവൻ പുറത്തു വരുന്നത്. ക്ലിയറായി നിങ്ങൾക്ക്? ഒരു ഗോതമ്പ് മണി മണ്ണിനടിയിൽ കിടക്കുമ്പോൾ ആ മണ്ണിന്റെ 4 ഭാഗത്ത് നിന്നും ആ മണി അങ്ങ് ഞെരുക്കും. ഞെരുക്കുന്ന സമയം ആ ഞെരുക്കുന്ന ആ പ്രഷർ കൊണ്ട് ആ ഗോതമ്പ് മണിയുടെ പുറംതോടങ്ങ് പൊട്ടും. പുറംതോട് പൊട്ടിയാൽ അതിനകത്തിരിക്കുന്ന ജീവൻ അതുവരെ തന്നെ ഞെരുക്കിയ സകലത്തെയും ഭേദിച്ച് തുളച്ചുകൊണ്ട് പുറത്തു വരും. അതിന്റെ പേരാ ജീവൻ. സ്തോത്രം. ഇങ്ങനെ ഒരു ജീവനാണ് ഞാനും നിങ്ങളും വീണ്ടും ജനിച്ചപ്പോൾ എന്റെ നിങ്ങളുടെ അകത്ത് പിതാവാം ദൈവം അയച്ചു തന്നത്. ഹല്ലേലൂയ. ഈ ഗോതമ്പ് മണിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് യേശു കർത്താവിനെ കുറിച്ചാണ്. യേശു കർത്താവ് എന്ത് ചെയ്തു എന്നാ പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. ഇവിടെ പറയുന്നു, പെരുന്നാളിന് നമസ്കരിക്കാനായി ചില യവനന്മാർ ഹല്ലേലൂയ വന്നു. അവർ യേശുവിനെ കാണണമെന്ന് ആഗ്രഹിച്ചു. യേശുവിനെ കാണണമെന്ന് ആഗ്രഹിച്ചു. ഫിലിപ്പോസിനോട് പറഞ്ഞു. ഫിലിപ്പോസ് നേരെ ചെന്ന് അന്ത്രിയാസിനോട് പറഞ്ഞു. ഇവർ രണ്ടുപേരും കൂടെ ചെന്ന് യേശുവിനോട് പറയുകയാണ്, യേശുവിനെ കാണുവാൻ ചില യവനന്മാർ വന്ന് നിൽപ്പുണ്ട്. അപ്പോൾ യേശു പറഞ്ഞ മറുപടി എന്തെന്നറിയാമോ? എന്താ യേശു പറഞ്ഞ മറുപടി? മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. എന്താ യേശു പറഞ്ഞ മറുപടി? മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. മനസ്സിൽ നിങ്ങൾക്ക് ആ നാഴിക എങ്ങനെയാ വരുന്നത്? കർത്താവ് പറയുകയാണ്, ഞാൻ ഭൂമിയുടെ ഉള്ളിൽ 3 നാളിരിക്കും. ഗോതമ്പ് മണി നിലത്ത് വീണ് ഭൂമിക്കടിയിൽ കിടക്കുന്നത് പോലെ ഞാൻ ഭൂമിയുടെ അകത്ത് 3 നാളിരിക്കും. ഹല്ലേലൂയ. ഈ 3 നാൾ ഇരുന്നതിന് ശേഷം എന്റെ അകത്തു നിന്നൊരു ജീവൻ പുറപ്പെടും. എന്റെ അകത്തു നിന്നൊരു ജീവൻ പുറപ്പെടും. ഈ ജീവനാൽ ഞാൻ സകലരെയും ആകർഷിക്കും. ആമേൻ. സ്തോത്രം. ഈ യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 32-ാമത്തെ വാക്യം കൂടി വായിച്ചാട്ടെ. യേശു കർത്താവ് പറയാ, ഞാനോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ എല്ലാവരും എന്ത് ചെയ്യും? എങ്കിലേക്ക് ആകർഷിക്കും. എങ്ങനെയാ യേശു കർത്താവ് സകലരെയും എങ്കിലേക്ക് ആകർഷിക്കുമെന്ന് പറഞ്ഞത്? ഈ ജീവനാണ്. യേശു കർത്താവ് എന്ത് ചെയ്തു? മരിച്ചു. യേശു കർത്താവ് അടക്കപ്പെട്ടു. യേശു കർത്താവ് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. ഇതിനകത്ത് നിങ്ങൾ അറിയേണ്ട ഒരു സത്യമുണ്ട്. എന്താ സത്യം? യേശു കർത്താവ് സകല മാനവജാതിയുടെ പാപങ്ങളെ വഹിച്ച് എന്ത് ചെയ്തു? മരിച്ചു. യേശു കർത്താവ് അടക്കപ്പെട്ടു.
യേശു കർത്താവ് മൂന്നാം നാൾ എന്ത് ചെയ്തു? ഉയർത്തെഴുന്നേറ്റു. ഈ ഉയർത്തെഴുന്നേറ്റതിനെ കുറിച്ച് നമ്മളിപ്പോ പഠിക്കാൻ പോവാം. ഈ യേശു കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് എങ്ങനെയാണ് നടന്നതെന്ന് നമ്മൾ പഠിക്കാൻ പോവാം. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം അതിന്റെ 24-ാമത്തെ വാക്യം. വിശുദ്ധ തിരുവെഴുത്ത് പറയുകയാണ്, ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണം അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായ. യേശു കർത്താവ് എങ്ങനെ ഉയർത്തെഴുന്നേറ്റത്? മരണപാശങ്ങൾ അഴിച്ചു എന്ന വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നത്. അങ്ങനെയെങ്കിൽ യേശു ക്രിസ്തുവിനെ മരണപാശങ്ങൾ ചുറ്റിയിരുന്നു എന്നത് വ്യക്തമാണ്. ആ മരണപാശങ്ങൾ ചുറ്റപ്പെട്ടിരുന്ന യേശുവിനെയാണ് മരണപാശങ്ങൾ അഴിച്ച് യേശു കർത്താവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചത്. മരണപാശങ്ങളെ അഴിക്കണമെങ്കിൽ, മരണപാശങ്ങൾ അഴിക്കത്തക്കവണ്ണം ഒരു ജീവൻ വ്യാപരിക്കണം. മനസ്സിലായി നിങ്ങൾക്ക്? മരണപാശങ്ങളെ അഴിക്കത്തക്കവണ്ണമുള്ള ജീവൻ വ്യാപരിച്ചാൽ മാത്രമേ മരണപാശങ്ങളെ അഴിക്കാൻ പറ്റത്തുള്ളൂ. വിശുദ്ധ തിരുവെഴുത്ത് പറയുകയാണ്, ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് അവൻ ഉയർത്തെഴുന്നേൽപ്പിച്ചു. അങ്ങനെ ചെയ്തപ്പോൾ പറയുകയാണ്, മരണം അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. മനസ്സിലായി? എന്താ ഈ മരണപാശം? എന്താ ഈ മരണപാശം? നമ്മളൊക്കെ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ പറയാറുണ്ട്, എന്താ ഈ മരണപാശം? വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നു, ദൈവം എങ്ങനെ യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചത്? മരണപാശങ്ങൾ അഴിച്ചിട്ട യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചത്. മരണപാശങ്ങൾ അഴിഞ്ഞപ്പോൾ അടുത്ത വചനം വന്നു, മരണം അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമാണ്. ഹല്ലേലൂയ. മനസ്സിലായി നിങ്ങൾക്ക്? ഈ മരണപാശങ്ങളെ അഴിച്ച് യേശു കർത്താവിന്റെ പിതാവാം ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചെങ്കിൽ, മരണത്തിന് അവനെ തടഞ്ഞു വെക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, ആ ശക്തിയുടെ പേരാണ്, ആ ജീവന്റെ പേരാണ് പുനരുത്ഥാനത്തിന്റെ ശക്തി. ആ പുനരുത്ഥാനത്തിന്റെ ശക്തി, യേശു ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച അതേ ശക്തി, മരണപാശങ്ങളെ അഴിക്കാൻ കഴിവുള്ള അതേ ശക്തി, മരണത്തിന് തൊടുവാൻ കഴിയാത്ത അതേ ശക്തി, ആ ശക്തിക്ക് പറയുന്ന പേരാണ് പുനരുത്ഥാനത്തിന്റെ ശക്തി, പുനരുത്ഥാനത്തിന്റെ ജീവൻ. ഞാനും നിങ്ങളും വീണ്ടും ജനിച്ചപ്പോൾ നമ്മുടെ അകത്ത്, എന്റെ ആത്മാവിൽ തന്ന ആ ജീവന്റെ പേരാണ്, ആ ശക്തിയുടെ പേരാണ് പുനരുത്ഥാനത്തിന്റെ ശക്തി. ഈ ശക്തി എന്തിനാ നമ്മുടെ അകത്ത് തന്നത്? ഇനി ഈ അകത്ത് വന്ന ഈ പുനരുത്ഥാനത്തിന്റെ ശക്തിയാണ് എന്നിലുള്ള, നിന്നിലുള്ള മരണപാശങ്ങളെ അഴിക്കേണ്ടത്. മരണപാശങ്ങളെ അഴിച്ച് ഒരു പുനരുത്ഥാന ജീവിതം നിനക്കുണ്ടാകാനാ നീ വീണ്ടും ജനിച്ചപ്പോൾ ഈ ശക്തി നിന്റെ അകത്ത് തന്നത്. ഹല്ലേലൂയ. ഇതിന് പറയുന്ന പേരാണ് പുനരുത്ഥാനത്തിന്റെ ശക്തി. നമ്മുടെ അകത്ത് വീണ്ടും ജനിച്ചപ്പോൾ ആത്മാവിൽ താമസിക്കാൻ വന്നത് ഈ പുനരുത്ഥാനത്തിന്റെ ഒരു അംശമാണ്. ക്ലിയർ ആയി നിങ്ങൾക്ക്? നമ്മൾ ഇന്ന് നോക്കുന്നത്, എന്റെ മുമ്പിൽ ഇരിക്കുന്ന ഈ സാഹചര്യം, എന്റെ കണ്ണുനീര്, എന്റെ ബലഹീനത, എന്റെ നിന്ന, എന്റെ കഷ്ടം എന്ന് മാറുമെന്ന് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കും. ശ്രദ്ധിച്ചേക്ക്, പിതാവാം ദൈവം എങ്ങനെ യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചേ? പുനരുത്ഥാനത്തിന്റെ മരണപാശങ്ങളെ അഴിച്ച് പുനരുത്ഥാനത്തിന്റെ ശക്തിയാൽ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേൽപ്പിച്ചു. വചനം പറഞ്ഞു, മരണത്തിന് അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമാണ്, കഴിഞ്ഞില്ല. യേശുവിനെ കല്ലറയ്ക്കകത്തേക്ക് ഇറങ്ങി വന്ന് മരണപാശങ്ങളെ അഴിപ്പിച്ച് ഉയർത്തെഴുന്നേൽപ്പിച്ച പുനരുത്ഥാനത്തിന്റെ ശക്തി, ഈ പുനരുത്ഥാനത്തിന്റെ ജീവൻ
വീണ്ടും ജനിച്ച സമയത്ത് എന്റെ ആത്മാവിൽ പിതാവ് എനിക്ക് തന്നിരിക്കുക. നിന്റെ അകത്തുള്ളത് പുനരുത്ഥാനത്തിന്റെ ശക്തിയാണ്. ആരെയാ പുനരുത്ഥാനം ചെയ്യേണ്ടത്? നിന്നെ പുനരുത്ഥാനം ചെയ്യിപ്പിക്കേണ്ട ശക്തി ദൈവം വെച്ചിരിക്കുന്നത് നിന്റെ അകത്താണ്. ഹല്ലേലൂയ. മനസ്സിലായി നിങ്ങൾക്ക്? എന്നെ പുനരുത്ഥാനത്തിലേക്ക് നയിക്കുവാൻ പിതാവാം ദൈവം എന്റെ അകത്ത് എന്ത് തന്നിട്ടുണ്ട്? പുനരുത്ഥാനത്തിന്റെ ശക്തി തന്നിട്ടുണ്ട്. നിങ്ങൾ അതിനെയാ നോക്കേണ്ടത്. എന്തിനെങ്കിലുമൊക്കെ നോക്കാതെ നിങ്ങൾ അകത്ത് വന്ന ആ ദൈവജീവനെ ശ്രദ്ധിക്കുക. സഹോദരി, നിന്റെ അകത്ത് ഈ ശക്തി ഉണ്ടെന്നാ പറഞ്ഞത്. നിന്റെ കഷ്ടപ്പാട് കാരണം എവിടെയെങ്കിലും ചെന്ന് ആരോടെങ്കിലും പറഞ്ഞു പ്രാർത്ഥിച്ചാൽ ഇത് മാറത്തില്ലെന്ന്. ദേവലാൽ ഇവിടെ വന്ന് ശുശ്രൂഷിച്ചു ആ സഹോദരൻ പറഞ്ഞ ഒറ്റ കാര്യമുണ്ട്: ആദാമിന് ഒരു തക്ക തുണ വേണം. പിതാവാം ദൈവം എവിടെ നിന്ന് എടുത്തു കൊടുത്തേ? ആദാമിന്റെ അകത്ത്. നിന്റെ സാഹചര്യം മാറണ്ടേ? നിന്റെ അകത്തിരിക്കുക. പുനരുത്ഥാനത്തിന്റെ ജീവൻ നീ പ്രാപിച്ചിട്ടുണ്ടെന്ന്, നിന്റെ അകത്ത് വന്നിട്ടുണ്ടെന്ന്, നിന്റെ അകത്ത് നിന്റെ സകല വിടുതലിൽ നിന്റെ അകത്ത് പിതാവാം ദൈവം വെച്ചിട്ടുണ്ട്. അതുവരെ നിന്നെ ഞെരുക്കിയ സകലത്തെയും കുത്തിത്തുളച്ച് പുറത്തു വരാൻ കഴിയുന്ന ഒരു ദൈവജീവൻ നിന്റെ അകത്ത് വെച്ചിട്ടുണ്ട്. ഗോതമ്പ് മണിയുടെ പുറമ്പോട് പൊട്ടി ഹല്ലേലൂയ സകല മണ്ണുകളെയും തുളച്ച് പുറത്തു വരുന്ന ഒരു ജീവൻ, അതേ ജീവനെയാണ് ഇന്ന് എന്റെയും നിന്റെയും അകത്ത് പിതാവാം ദൈവം വെച്ചിരിക്കുന്നത്. ആ ജീവന് മാത്രമേ നിന്നെ സകലത്തിൽ നിന്നും ഭേദിച്ച് നിന്നെ പുറത്തു കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. ആ ജീവനെയാണ് നീ ശ്രദ്ധിക്കേണ്ടത്. ആ ജീവനെയാണ് നീ നോക്കേണ്ടത്. നീ വില കൊടുക്കേണ്ടത് നിന്റെ അകത്ത് വന്ന ഈ ജീവനാണ്. എത്ര പേര് ഈ ജീവനെ ശ്രദ്ധിക്കുന്നുണ്ട്? എന്നും പറഞ്ഞുകൊണ്ടിരിക്കുക ആരാധനയ്ക്ക് പോയാൽ പൊട്ടും, ആരാധനയ്ക്ക് പോയാൽ ബന്ധനം മാറും, ആരാധനയ്ക്ക് വന്നാൽ അത് മാറാനുള്ള വഴി കിട്ടും, ശുശ്രൂഷയ്ക്ക് വന്നാൽ അത് മാറാനുള്ള വഴി കിട്ടും. അത് മാറണമെങ്കിൽ നിന്റെ അകത്തു വന്ന ജീവനെ നീ നോക്കണം. നിന്റെ അകത്തുള്ള ജീവനെ നീ ശ്രദ്ധിക്കണം. നീ വില കൊടുക്കേണ്ടത് നിന്റെ അകത്തു വന്ന ഈ ജീവനെയാണ്. ഈ ജീവനെ വെച്ചുകൊണ്ടാണ് ഹല്ലേലൂയ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ നീ 30-30 ഇങ്ങോട്ട് വരുമ്പോൾ 60-60 ഓടുന്നത്. നിന്റെ വിടുതലിനുള്ള സകലം നിന്റെ അകത്തുണ്ടെന്ന്, നിന്റെ രക്ഷയ്ക്കുള്ള സകലം നിന്റെ അകത്തുണ്ടെന്ന്. ആദാമിന് തക്ക തുണയെ ഹല്ലേലൂയ പിതാവാം ദൈവം ആദാമിൽ നിന്ന് എടുത്തു കൊടുത്തതുപോലെ പുതിയ ഉടമ്പടിയിൽ യേശു കടലിൽ മീതെ നടക്കുന്നത് പത്രോസ് കണ്ടു. പത്രോസ് കണ്ടപ്പോൾ പറയുകയാണ്, നീ കടലിൽ മീതെ നടക്കുന്നുവെങ്കിൽ എനിക്കും നടക്കണം. യേശു പറഞ്ഞു നടക്കുക. അവൻ സമുദ്രത്തിൽ കാല് വെക്കുമ്പോൾ അവൻ നടക്കേണ്ടത് അവന്റെ അകത്ത് വന്ന വിശ്വാസത്തിന്റെ പുറത്താണ് നടക്കേണ്ടത്. മനസ്സിലായോ? വിശ്വാസം അവന്റെ അകത്തിരിക്കുക. കടലിൽ മീതെ നടക്കുവാനുള്ള വിശ്വാസം അവന്റെ അകത്തിരിക്കുക. അവന്റെ അകത്ത് കടലിൽ മീതെ നടക്കും എന്ന വിശ്വാസത്തിൽ അവൻ കടലിൽ മീതെ നടക്കണം. എന്നാൽ ആ വിശ്വാസത്തിൽ അല്പദൂരം പത്രോസ് നടക്കുകയാണ്. തിരയുടെ അസാമാന്യമായ വലിപ്പം കൂടിയപ്പോൾ ആ വിശ്വാസത്തെ വിട്ട് തിരയെ ഒന്ന് ശ്രദ്ധിച്ചപ്പോൾ അവൻ വീണു, അവൻ താഴ്ന്നു. അപ്പോൾ യേശു പറഞ്ഞു, വിശ്വാസമില്ലാത്തത് കൊണ്ടല്ല, വിശ്വാസമുണ്ട്, അല്പവിശ്വാസം. അല്പവിശ്വാസം, അല്പവിശ്വാസത്തിന്റെ പുറത്ത് അതുവരെ നടന്നത്. അവൻ നടക്കേണ്ട അകത്തു വന്ന വിശ്വാസത്തിന്റെ പുറത്ത് നടക്കേണ്ടത്. നമുക്ക് ആരെങ്കിലും നമ്മെ ഒന്ന് നടത്തിയാൽ നമുക്ക് ഭയങ്കര സന്തോഷം അല്ലേ? നമ്മെ കൈപിടിച്ച് താങ്ങി ഒന്ന് അക്കരെ എത്തിച്ചാൽ പണിയെടുപ്പോയി. അല്ല, നിന്റെ സാഹചര്യത്തെ പൊളിച്ച് നിനക്ക് പുറത്തു വരണോ, നീ തന്നെ വരണം.
ആ പുറന്തോട് നിന്നെ ഞെരുക്കുന്ന ആ സകലത്തെയും പൊട്ടിച്ചു പുറത്തു വരുവാൻ നിന്റെ അകത്തൊരു ജീവനുണ്ട്. നിന്റെ അകത്തൊരു ജീവൻ വെച്ചിട്ടുണ്ട്. ആ ജീവൻ നീ വെളിപ്പെടുത്തണം. ക്ലിയറായി? നിങ്ങൾക്ക് മനസ്സിലായി? നിങ്ങൾക്ക് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ആ ജീവനെ നോക്കിയാൽ മതി. ആ ജീവന്റെ ചലനങ്ങളെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. സ്തോത്രം. വചനം പറയുകയാണ്, ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. ഇനി എന്താ മരണപാശം? മരണപാശം എന്ന് പറഞ്ഞാൽ എന്താ? മരണപാശം എന്ന് പറഞ്ഞാൽ മരണവുമായിട്ടുള്ള ബന്ധങ്ങളാണ്. മരണവുമായി ബന്ധങ്ങളാണ്. മരണത്തോട് നിന്നെ എത്തിക്കുന്ന, മരണകരമായ അനുഭവങ്ങളിലേക്ക് നിന്നെ നടത്തുന്ന ബന്ധങ്ങളെ കുറിച്ച് പറയുകയാണ് മരണപാശങ്ങൾ. ഇങ്ങോട്ട് തിരിഞ്ഞാൽ അകത്ത് മരണം വരുന്ന ബന്ധങ്ങൾ. അവിടെ നോക്കിയാൽ നിന്റെ അകത്ത് മരണത്തെ കൊണ്ടുവരുന്ന ബന്ധങ്ങൾ. അങ്ങോട്ട് പോയാലോ അവിടെയും മരണത്തെ നിറയ്ക്കുന്ന ബന്ധങ്ങൾ. തിരിഞ്ഞു പോയാലോ അവിടെയും മരണത്തെ കൊണ്ടുവരുന്ന ബന്ധങ്ങൾ. ഇതിനെയാണ് മരണപാശങ്ങൾ എന്ന് പറയുന്നത്. സങ്കീർത്തനങ്ങളുടെ പുസ്തകത്തിൽ 116 സങ്കീർത്തനം 3-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുകയാണ്, മരണപാശങ്ങൾ എന്നെ ചുറ്റി, പാതാള വേദനകൾ എന്നെ പിടിച്ചു, ഞാൻ കഷ്ടവും സങ്കടവും അനുഭവിച്ചു. എന്താ സങ്കീർത്തനക്കാരൻ പറയുന്നത്? മരണപാശങ്ങൾ എന്നെ ചുറ്റി. മരണപാശങ്ങൾ എന്ന് പറഞ്ഞാൽ നിന്റെ അകത്ത് മരണവുമായി ബന്ധിപ്പിക്കുന്ന, നിന്റെ അകത്ത് മരണത്തെ ജനിപ്പിക്കുന്ന ഏതോ ചില അനുഭവങ്ങളെ പറയുന്ന പേരാണ് മരണപാശങ്ങൾ. നീ അല്പം മുന്നോട്ട് പോയാൽ നിന്റെ അകത്ത് വരുന്നത് ജീവനല്ല, മരണമാ. അങ്ങനെയെങ്കിൽ നിന്നിൽ വെളിപ്പെടുന്നത് മരണപാശമാ. നീ ഇങ്ങോട്ട് പോകാൻ നോക്കി, അങ്ങോട്ട് പോയപ്പോഴും നിന്റെ അകത്ത് വരുന്നത് മരണമാ. അതിന്റെ അർത്ഥം നിന്നിൽ മരണപാശങ്ങൾ ചുറ്റപ്പെട്ടിരിക്കുന്നു. അങ്ങോട്ട് പോകാൻ നോക്കി, ഇങ്ങോട്ട് പോകാൻ നോക്കി, എവിടെ പോയാലും എന്ത് ചെയ്താലും എന്റെ അകത്ത് ജീവനല്ല വരുന്നത്, എന്റെ അകത്ത് മരണത്തെ ജനിപ്പിക്കുകയാ. മരണകരമായ അനുഭവങ്ങൾ ഞാൻ അനുഭവിക്കുകയാ. സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ പാതാള വേദനകൾ എന്നെ പിടിച്ചു. ഹല്ലേലൂയ. ഞാൻ കഷ്ടവും സങ്കടവും അനുഭവിച്ചു. പാതാള വേദനകൾ നിന്നെ പിടിക്കുവാൻ, നിനക്ക് കഷ്ടവും സങ്കടവും അനുഭവിക്കുവാൻ കാരണം എന്തെന്നറിയാമോ? നിന്നെ ചുറ്റപ്പെട്ടിരിക്കുന്നത്, നിന്നെ വരിഞ്ഞു മുറുകിയിരിക്കുന്നത് മരണപാശങ്ങളാണ്. എന്താ ഈ മരണപാശങ്ങൾ? നിന്നെ മരണവുമായി ബന്ധിപ്പിക്കുന്ന ചില ബന്ധങ്ങളാണ് മരണപാശങ്ങൾ. ഈ ബന്ധങ്ങൾ നിന്നിലുള്ളത് കൊണ്ടാണ് നീ എവിടെ ചെന്നാൽ നിന്റെ ഹൃദയത്തിനകത്ത് കഷ്ടവും സങ്കടവും നീ അനുഭവിക്കുന്നത്. ഹല്ലേലൂയ. ഈ മരണപാശങ്ങൾ നമ്മെ ചുറ്റി പരിഞ്ഞിരിക്കുക. ശരിയല്ലേ സിസ്റ്റർ? കഷ്ടം സങ്കടവും ഹൃദയത്തിൽ എപ്പോഴും അനുഭവിക്കുക. പറഞ്ഞ പേരാ പാതാള വേദനകൾ. പാതാള വേദനകൾ ഞാൻ അനുഭവിച്ചു. ഈ ഭൂമിയിൽ ജീവിക്കുക. എനിക്കറിയാം എന്നെ സൂക്ഷിക്കുന്ന ഒരു പിതാവുണ്ട്. പക്ഷെ ഞാൻ അനുഭവിക്കുന്നതോ പാതാള വേദനകൾ. ഞാൻ കഷ്ടവും സങ്കടവും ഞാൻ എപ്പോഴും അനുഭവിക്കുക. അവസാനം നിലവിളിക്ക്, അയ്യോ യഹോവേ, എന്റെ പ്രാണനെ, എന്റെ ഹൃദയത്തെ രക്ഷിക്കണമേ. ആ അവസ്ഥയില്ല നമ്മൾ. ആ അവസ്ഥയിൽ നിൽക്കുന്നില്ല. ഇതിന്റെ പറയുന്ന പേരാ മരണപാശങ്ങൾ. ഈ മരണപാശങ്ങളെ അഴിക്കാൻ നീ ഒരിടത്തും അന്വേഷിച്ചു പോകണ്ട. പിതാവാം ദൈവം യേശുക്രിസ്തുവിനെ കാണിച്ചു എന്നിട്ട് പറയുകയാണ്, മരിച്ചവരുടെ ഇടയിൽ നിന്നും ഹല്ലേലൂയ, എന്റെ പുത്രനെ പുനരുത്ഥാനത്തിന്റെ ശക്തിയോ മരണപാശങ്ങൾ അടിച്ച് ഉയർത്തെഴുന്നേൽപ്പിച്ചു. ആ ഉയർപ്പിന്റെ ശക്തിയാണ് വീണ്ടും ജനിച്ചപ്പോൾ നിന്റെ അകത്ത് തന്നത്. ഇന്ന് നിന്റെ ആത്മാവിൽ ഈ ജീവൻ വസിക്കുകയാണ്. ഇന്ന് നീ ചെയ്യേണ്ടത് ഈ ജീവന്റെ സമൃദ്ധി നിന്റെ ഹൃദയത്തിലേക്കും നിന്റെ ശരീരത്തിലേക്കും ഒഴുകാൻ മതി. ഇതൊഴുകിയ മരണത്തോടുള്ള ബന്ധങ്ങൾ അന്ന് അവസാനിക്കും. നിന്റെ മരണപാശങ്ങൾ ഈ പുനരുത്ഥാനത്തിന്റെ ശക്തി അടിച്ച് നിന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കും, നിന്നെ പുനരുത്ഥാനം ചെയ്യിപ്പിക്കും. ഇതിന് പറയുന്ന പേരാണ് പുനരുത്ഥാനത്തിന്റെ ശക്തി. ഹല്ലേലൂയ.
ചിന്തിക്കണം, ഞാൻ ജീവിക്കുന്നത് ഈ പുനരുത്ഥാനത്തിന്റെ ശക്തിയില്ല. എന്റെ അകത്ത് വന്ന ജീവനിലയാണ് നടക്കുന്നത്. എന്റെ അകത്ത് ഉയർപ്പിക്കുന്ന ഒരു ശക്തിയുണ്ട്, എന്നെ നടത്തുന്ന, എന്നെ ജീവിപ്പിക്കുന്ന ഒരു ശക്തിയുണ്ട്. ആ ശക്തി നീ നോക്കണം. ഇത് നീ നോക്കിയില്ലെങ്കിൽ നിന്റെ മരണം, നിന്റെ ആയുഷ്കാലം മുഴുവനും നീ കഷ്ടവും സങ്കടവും അനുഭവിച്ചിരിക്കും. ഹല്ലേലൂയ. നിനക്ക് ഇതിൽ നിന്ന് പുറത്തു വരണമെങ്കിൽ നിനക്ക് നന്നായിട്ട് ആഗ്രഹിച്ചോ, നീ നന്നായിട്ട് കൊതിച്ചോ, നീ ആഗ്രഹത്തോടെ നടക്കണം. ഈ പുനരുത്ഥാനത്തിന്റെ ശക്തിയെ വിട്ട് നീ എവിടെ പോയാലും നിനക്ക് പാതാളമായിരിക്കും. നിന്റെ അകത്തുള്ള അനുഭവം പാതാളമാണെന്ന്, നിന്റെ അകത്ത് നിറയുന്നത് സങ്കീർത്തനക്കാരൻ നിലവിളിച്ചതുപോലെ, അയ്യോ യഹോവേ, എന്റെ പ്രാണൻ, എന്റെ ഹൃദയത്തെ രക്ഷിക്കണമേ. ഉറങ്ങാൻ പറ്റുന്നില്ല, തിരിഞ്ഞു കിടന്നു, മറിഞ്ഞു കിടന്നു, ഉറങ്ങാൻ പറ്റുന്നില്ല, പാതാള വേദന. എഴുന്നേറ്റ് രാത്രികാലങ്ങളിൽ ഏതോ ചില അനുഭവങ്ങൾ, സ്വസ്ഥതയില്ലാത്ത അനുഭവം, ഭയപ്പെടുത്തുന്ന അനുഭവം, പാതാള വേദന. ഏതോ ചില കാഴ്ചകൾ കാണുകയാണ്, നല്ലതല്ല കാണുന്നത്, പാതാള വേദന. ഈ പാതാള വേദനകൾ നിന്നെ പിടിച്ചിരിക്കുന്നെങ്കിൽ അതിന്റെ അർത്ഥമെന്താ? മരണവാസനം നിന്നിലുണ്ട്. നിന്റെ അകത്ത് മരണത്തോടുള്ള ബന്ധങ്ങൾ നിന്നെ നടത്തി മരണത്തിലെത്തിക്കുന്ന ബന്ധങ്ങൾ നിന്നിലുണ്ട്. മരണവാസങ്ങൾ, ഈ മരണവാസങ്ങൾ ആടിക്കാണ് നിന്റെ അകത്ത് പുനരുത്ഥാനത്തിന്റെ ശക്തി വന്നത്. നമുക്കറിയാവുന്ന പുനരുത്ഥാനം എന്ന് പറയുന്നത് യേശു ലാസറിനെ ഉയർപ്പിച്ചു, വിധവയുടെ മകനെ ഉയർപ്പിച്ചു. കാണിച്ചു തരിക മരണത്തെ ജയിക്കാനുള്ള ശക്തി. ഹല്ലേലൂയ. പരസ്യമായി ചെയ്യുക. സ്തോത്രം. മരണത്തോടുള്ള ബന്ധങ്ങൾ, ആ മരണത്തോടുള്ള ബന്ധങ്ങളെ, ബന്ധനമല്ല കേട്ടോ, മരണവുമായി നിന്നെ ബന്ധിപ്പിക്കുന്ന ചരടുകൾ, അതിനെ മരണപാശങ്ങൾ. ഹല്ലേലൂയ. ഈ മരണപാശങ്ങൾ ആരും ചുമക്കരുത്. നിന്നെ അസാധാരണ വ്യക്തിയാക്കാനാ നിന്നെ വീണ്ടും ജനിപ്പിച്ചത്. മനസ്സിലായോ? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. മരണവാശങ്ങളാൽ ചുറ്റപ്പെട്ട് എന്ത് തീരുമാനമെടുത്താലും നീ എത്തുന്നത് മരണകരമായ അനുഭവം. തുടക്കം നല്ലതാ, ആഗ്രഹം നല്ലതാ, നല്ലതിന് വേണ്ടിയിട്ടാ തുടങ്ങിയത്. അതിൽ നിന്ന് മേന്മയുണ്ടാകുമെന്ന് നിശ്ചയിച്ചിട്ടാ തുടങ്ങിയത്. ഹല്ലേലൂയ. അല്ലേ? പക്ഷേ തുടങ്ങിയത് നല്ലതിനാ. പക്ഷെ അത് പൂർത്തിയാകാവുന്നതിന് മുമ്പ് മനസ്സിലായി ഇത് ചെന്നെത്തിയത് മരണകരമായ അനുഭവത്തിലാണ്. അവിടെ നിന്ന് നിലവിളിക്കും, സങ്കീർത്തനക്കാരൻ നിലവിളിച്ചതുപോലെ, കഷ്ടവും സങ്കടവും ഞാൻ അനുഭവിച്ചു, കഷ്ടവും സങ്കടവും ഞാൻ അനുഭവിച്ചു, പാതാള വേദനകൾ എന്നെ പിടിച്ചു. ഇത് സ്വർഗമായിട്ടുള്ള അനുഭവമല്ല, ഇത് പാതാളമായിട്ടുള്ള ബന്ധമാ. പാതാളത്തോട് നിന്നെ ബന്ധിപ്പിക്കുന്ന ചരട, പാതാളവുമായി ബന്ധിപ്പിക്കുന്ന വഴിയ. ഹല്ലേലൂയ. മനസ്സിലായോ നിങ്ങൾക്ക്? ഈ അനുഭവത്തെയാണ് പറയുന്നത്. ആ മനുഷ്യൻ നിലവിളിക്കുക, അയ്യോ യഹോവേ, എന്റെ പ്രാണനെ, എന്റെ ഹൃദയത്തെ രക്ഷിക്കണമേ. ഇങ്ങനെ കിടന്ന് കുഴയാതെ, എന്ത് ചെയ്താലും അവസാനം ഈ അനുഭവത്തിൽ വീഴാതെ, നന്മയ്ക്കായി തുടങ്ങിയത് ഇങ്ങനെ ഈ അനുഭവത്തിലാകാതെ, നിന്റെ തീരുമാനം, നിന്റെ ചിന്ത അകത്തു വന്ന ജീവനിൽ നിന്ന് തുടങ്ങട്ടെ. അകത്തു വന്ന ജീവനിൽ നിന്ന് ആരംഭിക്കട്ടെ. ജീവനിൽ തുടങ്ങിയാൽ ജീവനിൽ അവസാനിക്കും. ഞാനത് പഠിപ്പിക്കാം. സ്തോത്രം. എങ്ങനെ തുടങ്ങണം? അതിനു മുമ്പ് മറ്റു ചില കാര്യങ്ങളുണ്ട്. അതൊക്കെ പറഞ്ഞാലേ എനിക്ക് ആ ജീവന്റെ സമൃദ്ധിയിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ പറ്റും. ഹല്ലേലൂയ. ഇനി നമ്മുടെ ഹൃദയത്തിലേക്ക് വരാം. സ്തോത്രം. നമ്മുടെ അകത്ത് മരണവുമായി ബന്ധിപ്പിക്കുന്ന, പാതാള വേദനകളെ കൊണ്ടുവരുന്ന ഒത്തിരി അനുഭവങ്ങൾ കിടപ്പുണ്ട്. ഞാനത് വിവരിക്കാൻ ആഗ്രഹിക്കുന്നില്ല.
സ്തോത്രം. ശരിയല്ലേ? അങ്ങനെയുള്ളവർ ഇപ്പൊ പലർക്കും മനസ്സിലായി, കർത്താവേ, ഞാൻ പല കാര്യങ്ങളും കർത്താവിന്റെ വേലയെ പ്രതി ഇറങ്ങിയിട്ടും ഞാൻ അനുഭവിക്കുന്നത്, കർത്താവിന്റെ ദേവദാസന്മാർക്ക് വേണ്ടി ഞാൻ ഇറങ്ങിയിട്ടും ഞാൻ അനുഭവിക്കുന്നത് അതെന്താന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതെന്താ ചിന്തിച്ചിട്ടുണ്ടോ? ശ്രീ ഞാൻ പഠിപ്പിക്കുക. ഹല്ലേലൂയ. എല്ലാവരും കാര്യങ്ങളൊക്കെ സ്വന്തം ചെയ്തിട്ട് ഹല്ലേലൂയ. നമ്മുടെ ഹൃദയത്തിലേക്ക്, നമ്മുടെ ആത്മാവിലുള്ള ദൈവത്തിന്റെ ജീവൻ ഒഴുകണം. ഹൃദയത്തിലേക്ക് ജീവൻ ഒഴുകണമെങ്കിൽ ആത്മാവിൽ ഒരു സമൃദ്ധി വെളിപ്പെടണം. പൊട്ടി ഒഴുകത്തക്കവണ്ണമുള്ള ഒരു നീരുറവ വെളിപ്പെടണം. നിങ്ങൾ ചിലപ്പോഴൊക്കെ സഞ്ചരിക്കുമ്പോൾ കണ്ടിട്ടില്ലേ, റോഡിൽ കൂടെ ചില വെള്ളം വരുന്നത് അല്ലേ? റോഡ് ടാറിട്ട് വെച്ചിരിക്കുക അല്ലേ? ഊറ്റുള്ള സ്ഥലങ്ങളിൽ എന്ത് ചെയ്യും? ആ ടാറിനെ ഭേദിച്ച് വെള്ളം ഒഴുകും. അതുപോലെ ഹല്ലേലൂയ, നമ്മുടെ ആത്മാവിൽ ഒരു സമൃദ്ധി വെളിപ്പെടുമ്പോഴാണ് അവിടെ നിന്നും പൊട്ടി അടുത്ത സ്ഥലമായ ഹൃദയത്തിലേക്ക് ഒഴുകും. എങ്ങനെയത് ഹൃദയത്തിലേക്ക് ഒഴുകുന്നത്? 1 യോഹന്നാൻ 3-ാം അധ്യായം 22-23 വാക്യം വായിച്ചോട്ടെ. മതി. ഹല്ലേലൂയ. 23 വാക്യം ഒന്നുകൂടി വായിച്ചു. ഇനി സഭയോട് ഞാനൊരു കാര്യം ചോദിക്കുക. മനുഷ്യവംശത്തെ ദൈവം സൃഷ്ടിക്കുമ്പോൾ, മനുഷ്യകുലത്തെ ദൈവം സൃഷ്ടിക്കുവാൻ പദ്ധതിയിടുമ്പോൾ, ആ സൃഷ്ടിപ്പിന് മുമ്പേ ഒരു കൽപ്പന പുറപ്പെട്ടു. ക്ലിയർ ആയോ നിങ്ങൾക്ക്? ദൈവത്തിന്റെ ഹൃദയത്തിലാ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത്. മനസ്സിലായോ? ദൈവത്തിന്റെ ഹൃദയത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ആ സൃഷ്ടിപ്പിന് തൊട്ടു മുമ്പേ ഏറ്റവും വലുതും ഒന്നാമത്തതുമായ ഒരു കൽപ്പന ഉണ്ട്. ആ കൽപ്പന ഏതാ? ശ്രദ്ധിച്ചു കേട്ടെ. ദൈവത്തിന്റെ ജ്ഞാനത്തിൽ അല്ലെങ്കിൽ ദൈവത്തിന്റെ പരിജ്ഞാനത്തിൽ, ദൈവഹൃദയത്തിൽ ദൈവം മാനവരാശിയെ സൃഷ്ടിക്കാൻ പോവാം. ആ സൃഷ്ടിപ്പിന് തൊട്ടു മുമ്പ് ദൈവഹൃദയത്തിനകത്ത് ഒന്നാമത്തേതും ഏറ്റവും വലിയതുമായ ഒരു കൽപ്പന. ആ കൽപ്പന ഏതാണ്? മത്തായി എഴുതിയ സുവിശേഷം 22-ാം അധ്യായം അതിന്റെ 37-39 വരെ വാക്യം. ഇവിടെ പറയുകയാണ്, ഇതാകുന്നു വലിയതും ഒന്നാമത്തേതുമായ കൽപ്പന. എന്താ? ഇതാകുന്നു ഏറ്റവും വലുത്, ഇതിനേക്കാൾ വലുതില്ല. ഒന്നാമത്തേതുമായ കൽപ്പന ഏതാ? ഇതാ. എന്താ? നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. ഇതാകുന്നു വലിയതും ഒന്നാമത്തേതുമായ കൽപ്പന. രണ്ടാമത്തേത് അതിനോട് സമം, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. അപ്പോ ഒന്നാമത്തെ കൽപ്പനയ്ക്ക് സമമായ മറ്റൊരു കൽപ്പന 1+1. ഇത് രണ്ടും
1. ഈ 2 കൽപ്പനയും സൃഷ്ടിപ്പിന് മുമ്പ് മനുഷ്യനെ ദൈവത്തിന്റെ ഹൃദയത്തിനകത്ത് സൃഷ്ടിക്കുന്നതിന് മുമ്പ് ദൈവത്തിന്റെ പരിജ്ഞാനത്തിൽ മനുഷ്യന് കൊടുത്ത കൽപ്പനയാണ്. ഇതാണ് വലുതും ഒന്നാമത്തേതുമായ കൽപ്പന. വലുതും ഒന്നാമത്തേതുമായ കൽപ്പന എന്ന് പറയുന്നത്, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. ഇതാകുന്നു വലിയത് ഒന്നാമത്തേതുമായ കൽപ്പന. രണ്ടാമത്തേത് അതിനോട് സമം, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഹല്ലേലൂയ. മനസ്സിലായി നിങ്ങൾക്ക്? നമ്മളിതിന്റെ ആഴങ്ങളിലേക്ക് നമ്മൾ പഠിക്കാൻ പോവാം. ഇനി വായിച്ചു കേട്ട വാക്യത്തിൽ 1 യോഹന്നാൻ 3-ാം 22-ാമത്തെ വാക്യം വായിച്ചു. അവന്റെ കൽപ്പനകളെ നാം പ്രമാണിച്ച് അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് നീ എന്ത് ചോദിച്ചാൽ കണ്ടീഷൻ, അവന്റെ കൽപ്പനകളെ പ്രമാണിച്ച് അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് നീ മുത്തുമടക്കി കരങ്ങൾ ഉയർത്തി എന്ത് ചോദിച്ചാലും നിനക്കതിന് അർഹത വേണമെങ്കിൽ, അടുത്ത വാക്യം പറയുന്നു 23, അവന്റെ കൽപ്പനയോ അവന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നാം വിശ്വസിക്കുകയും അവൻ നമുക്ക് കൽപ്പന തന്നതുപോലെ അന്യോന്യം സ്നേഹിക്കുകയും ചെയ്യണം എന്നുള്ളത് തന്നെ. നേരത്തെ പറഞ്ഞ പൂർണ്ണമാത്മാവ്, പൂർണ്ണ ഹൃദയം, പൂർണ്ണ മനസ്സോടെ ദൈവത്തെ സ്നേഹിക്കണം. അതുപോലെ കൂട്ടുകാരനെ സ്നേഹിക്കണം. ഇവിടെ എന്താ പറയുന്നേ? അവൻ എന്ത് കൽപ്പന തന്നോ അത് നീ അനുസരിക്കണം, അത് ചെയ്യണം. എന്നിട്ട് പറയുക, അവന്റെ കൽപ്പനയോ അവന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നാം വിശ്വസിക്കുകയും അവൻ നമുക്ക് കൽപ്പന തന്നതുപോലെ അന്യോന്യം സ്നേഹിക്കുകയും ചെയ്യണം എന്നുള്ളത് തന്നെ. രണ്ടാമത്തേത് അതിനോട് സമം, കൂട്ടുകാരനെ, സഹോദരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. രണ്ടാമത്തേത് അതിനോട് സമം, സഹോദരൻ എന്ന് പേർപ്പെട്ട ഒരുവനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ദൈവത്തെ എങ്ങനെ സ്നേഹിക്കുന്നുവോ അതുപോലെ നീ നിന്റെ സഹോദരനെ സ്നേഹിക്കണം. ഇതാണ് ഒന്നാമത്തേതും ഏറ്റവും വലുതും ആദ്യം മുതലുള്ള കൽപ്പന. ഇത് ചെയ്തിട്ട് നിന്റെ പ്രാർത്ഥനാ മുറിയിൽ നീ ഒരു തുണി വിരിച്ചിട്ട് മുട്ടുമടക്ക്. ഹല്ലേലൂയ. നീ എന്ത് പ്രാർത്ഥിക്കുന്നുവോ നിനക്ക് തരും. അതിനും വ്യവസ്ഥയുണ്ട്, അത് പഠിപ്പിക്കും. ഹല്ലേലൂയ. ഞാൻ ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ കൽപ്പനകളെ ആര് പ്രമാണിക്കുവാൻ, പാലിക്കുവാൻ ആരൊക്കെ ശ്രമിക്കുന്നുവോ അവനിൽ മാത്രമേ അവന്റെ ആത്മാവിൽ നിന്ന് ഈ ജീവന്റെ സമൃദ്ധി വെളിപ്പെടത്തുള്ളൂ. നിനക്ക് ആഗ്രഹമുണ്ടോ ഈ ജീവന്റെ സമൃദ്ധി എന്റെ ആത്മാവിൽ നിന്നും ഒഴുകി എന്റെ ഹൃദയത്തെ നിറയ്ക്കണം, ഹൃദയത്തെ നിറച്ചിട്ട് എന്റെ ശരീരത്തെ നിറയ്ക്കണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടോ? അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പായി ഇവിടെ പറഞ്ഞിരിക്കുന്നത്, നീ പൂർണ്ണ മനസ്സോടെ, പൂർണ്ണാത്മാവോടെ, പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കണം. രണ്ടാമത്തത് അതിനോട് സമമാക്കി വെച്ചിരിക്കുകയാണ്. എന്താ? സഹോദരൻ എന്ന് പേർപ്പെട്ട ഒരുവൻ, കൂട്ടുകാരനെ, അയൽക്കാരനെ നീ ദൈവത്തെ സ്നേഹിക്കുന്നത് പോലെ, നീ നിന്നെ സ്നേഹിക്കുന്നത് പോലെ അതിലൊരംശം കുറയാതെ നീ അവനെയും സ്നേഹിക്കണം. ഇങ്ങനെ സ്നേഹിക്കുന്നവന്റെ അകത്ത്
ഈ കൽപ്പനകളെ പ്രമാണിക്കുന്നവന്റെ അകത്ത്, ഈ കൽപ്പനകളെ കാത്തുകൊള്ളാൻ പരിശ്രമിക്കുന്നവന്റെ അകത്ത്, ഈ കൽപ്പനയിൽ നിലനിൽക്കാൻ ആഗ്രഹിക്കുന്നവന്റെ അകത്ത്, ഇവന്റെ അകത്താണ് യേശു പറഞ്ഞത്, ഞാൻ വന്നത് നിനക്ക് ജീവൻ ഉണ്ടാകുവാനും ആ ജീവന്റെ സമൃദ്ധി തരുവാനുമാണ് വന്നത്. ഇങ്ങനെ ആഗ്രഹമുള്ള നിന്റെ അകത്ത് മാത്രമേ ഒരു ഉറവ ഒഴുകത്തുള്ളൂ. ഈ കൽപ്പന മുറുകെ പിടിക്കുന്നവന്റെ അകത്ത് മാത്രമേ ആത്മാവിൽ നിന്നും ജീവൻ ഹൃദയത്തിലേക്ക് ഒഴുകത്തുള്ളൂ. ആത്മാവിൽ നിന്നും ജീവൻ ഹൃദയത്തിൽ ഒഴുകി സമൃദ്ധമായി മാറ്റപ്പെടുന്നത് ഈ കൽപ്പന മുറുകെ പിടിക്കുന്നവനാണ്. ഹല്ലേലൂയ. ഇത് ചെയ്യാതെ നീ എവിടെ പോയിട്ടും സഹോദര സഹോദരി ഒരു പ്രയോജനമില്ല. നിന്റെ മുമ്പിൽ പരസ്യമായി എഴുതി തന്നിരിക്കുക കർത്താവിന്റെ ഹൃദയം. നിന്നെ നീ വായിക്കുവാൻ, നിനക്കറിയുവാൻ കർത്താവ് എഴുതി തന്നിരിക്കുക. ഇതെഴുതാൻ അപ്പോസ്തലന്മാർ അനുഭവിച്ചൊരു പെയിനുണ്ട്. ആ പെയിനകത്ത് പട്ടുപോകാതെ അപ്പോസ്തലന്മാരെ നിലനിർത്തി എഴുതിപ്പിച്ചു. അവന്റെ ഹൃദയം കൈമാറി, അവന്റെ ഹൃദയം കൈമാറി. നീ അറിയണം, ആദ്യം മുതലുള്ള കൽപ്പന, ലോകസ്ഥാപനത്തിന് മുമ്പേയുള്ള കൽപ്പന, മാനവരാശി സൃഷ്ടിക്കുന്നതിന് മുമ്പ് ദൈവം കൊടുത്ത കൽപ്പന, ഈ കൽപ്പന നീ അറിയണം. ഇതറിയാതെ ജീവൻ വരട്ടെ, ഇതറിയാതെ അഭിഷേകം വരട്ടെ, ഇതറിയാതെ തീ വരട്ടെ, ഇതറിയാതെ പൊട്ടിപ്പോകട്ടെ, ഇതറിയാതെ ദാരിദ്ര്യം മാറട്ടെ, നീ പറയരുത്. ഇതറിയാതെ നിന്റെ പ്രാർത്ഥന മുറിയിൽ പാതിരിച്ചിട്ട് തോന്നിയവാസം പ്രാർത്ഥിക്കരുത്. ആദ്യം ദൈവം പറയുന്നു, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവ ഹൃദയത്തെ തുറക്കുന്നതാണ്. പലരും പറയുന്നു സ്വർഗത്തെ തുറക്കുന്ന താക്കോലാണ് പ്രാർത്ഥന എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ഞാൻ പറയുന്നു, അത് തുറക്കപ്പെടണമെങ്കിൽ അവൻ തന്ന കൽപ്പനകളെ നീ പ്രമാണിക്കുവാൻ നിന്റെ ആകത്തുനിന്ന് ഒരു കൊതിയുണ്ടാകണം, ഒരു പരിശ്രമം ഉണ്ടാകണം, ഒരു ആഗ്രഹം ഉണ്ടാകണം. ഇത് പ്രമാണിച്ച് തികയ്ക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. ഒരു കൊതി, ഒരു ആഗ്രഹം, ഒരു വ്യഗ്രത, ഇത് മാത്രം മതി. ഇതുള്ളവനെ പേടി ജീവന്റെ സമൃദ്ധിയുമായി കർത്താവ് വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഇങ്ങനെ ഉള്ളവന്റെ അകത്ത് മാത്രമേ ഒഴുകത്തുള്ളൂ എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. ഈ ജീവൻ നിന്റെ ആത്മാവിൽ തന്നെ വസിച്ചാൽ നിനക്ക് നിന്റെ പിതാവിനെ അനുഭവിക്കാൻ പറ്റത്തില്ല. ഇത് ഒഴുകി ഹൃദയത്തിൽ നിറയണം. ഇതെങ്ങനെയാ ഹൃദയത്തിൽ നിറയുന്നത്? വായിച്ചു നോക്ക്. ആദ്യം മുതലുള്ള കൽപ്പന, ഒന്നാമത്തേതും വലുതുമായ കൽപ്പന. ഈ കൽപ്പനകൾ നീ പ്രമാണിക്കുന്നുവെങ്കിൽ, പ്രമാണിച്ച് തികയ്ക്കാൻ പറ്റുമെന്നല്ല ഞാൻ പറഞ്ഞത്. ആ പ്രമാണത്തെ മുറുകെ പിടിക്കാൻ, അതിനെ സംരക്ഷിക്കുവാൻ, ആണ്ടിൽ നിൽക്കുവാൻ നിന്റെ ഭാഗത്തു നിന്നൊരു അധ്വാനം, നിന്റെ ഭാഗത്തു നിന്നൊരു പ്രയത്നം. ഇതാണ് നിന്റെ അകത്ത് ജീവന്റെ സമൃദ്ധി തരുന്നത്. ഇതാണ് നിന്റെ ഹൃദയത്തിലേക്ക് ജീവൻ ഒഴുകുന്നത്. ഹല്ലേലൂയ. ഇത് ചെയ്യ് സഹോദരങ്ങളെ, ഇത് ചെയ്യ്. അല്ലാതെ നിനക്ക് എന്തുണ്ടെന്ന് പറഞ്ഞാലും നീ ബിഗ് സീറോയാ. മരണവേദന, പാതാള വേദന നിന്നെ പിടിക്കുന്നതിന് കാരണം എന്തേ? പറ. ആദ്യം മുതൽ ഉള്ള കൽപ്പന, വലുതും ഒന്നാമത്തേതുമായ കൽപ്പന, അതിനെതിരെ നിൽക്കുന്നതാണ്, അതിനെതിരെ മത്സരിക്കുന്നതാണ്, ആ കൽപ്പനയ്ക്ക് വിരോധമായി പരസംഗം ചെയ്യുന്നതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് ചിന്തിച്ചു നോക്കണം. ആ കൽപ്പനയ്ക്ക് വിശ്രാമക്കൾ പരസംഗം ചെയ്തു. കർത്താവ് പറയുന്നത്, ദുഷ്ടാഠ്യമുള്ള ജനം. എന്താ എഴുതി കൊടുത്തു? കർത്താവിന്റെ ഹൃദയമ കൈമാറിയത്. ഇത് പ്രമാണിക്കാതെ വന്നപ്പോ പറയാ, ഈ ജനമില്ലേ, ഇത് ദുഷ്ടാഠ്യം, എന്റെ വചനത്തോട് മറുതലിക്കുന്ന തലമുറ, എന്റെ ഹൃദയത്തിലെ പദ്ധതികളോട് എതിർത്തു നിൽക്കുന്ന തലമുറ, ആദ്യം മുതലുള്ളതും ഒന്നാമത്തേതും വലിയതുമായ കൽപ്പനയോട് മത്സരിക്കുന്ന തലമുറ. നിന്നെ തേടി വരുന്നത് പാതാള വേദനയാ. ഹല്ലേലൂയ. നീ നിലവിളിക്കും, അയ്യോ യഹോവേ, എന്റെ പ്രാണൻ അവൻ കേൾക്കത്തില്ല. ഇത്രയും പ്രമാണിക്കുവാൻ നിന്റെ അകത്തൊരു താല്പര്യം, നിന്റെ അകത്തൊരു കൊതി, നിന്റെ അകത്തൊരു പരിശ്രമം. ഹല്ലേലൂയ.
സർദീസിലെ സഭയോട് പറയാ, ജീവനുണ്ട്, പക്ഷെ നീ ചത്തവനാ. നിന്റെ പേരെന്തേ? ജീവനുണ്ട് എന്ന് നിനക്ക് പേരെങ്കിലും നീ മരിച്ചവനാ. ജീവനുണ്ട്, പക്ഷെ അനുഭവിക്കുന്നതോ പാതാളവേദന, മരണഭാഷങ്ങൾ മുഖാന്തരം പാതാളവേദന. പടക്കി, അയ്യോ യഹോവേ എന്റെ പ്രാണനെ രക്ഷിക്കണം, ഒന്നിനും പറ്റുന്നില്ല വാസ, എല്ലാം പരാജയം. പാലം കിടക്കുക, പാലം കിടക്കുക വന്ന് നീ എന്ത് ചെയ്ത്? നിന്റെ കൈകളുടെ അധ്വാന ഫലം ചെന്നെത്തിക്കുന്നത് മരണകരമായ അനുഭവം. നിന്റെ വിയർപ്പ് നിന്നെ എത്തിക്കുന്നത് മരണകരമായ അനുഭവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതെല്ലാം ചെയ്തു വെച്ചിട്ട് പലരും പാസ്റ്റർമാരെ കുറ്റം പറയും. പാസ്റ്റർ പ്രാർത്ഥിക്കുന്നില്ല. എൻ്റെ പ്രാർത്ഥന അനുസരിച്ചല്ലേ നിങ്ങളുടെ വളർച്ച ഇരിക്കുന്നത്. എൻ്റെ പ്രാർത്ഥന അനുസരിച്ച് എൻ്റെ അകത്തെ മനുഷ്യൻ ശക്തിപ്പെടുന്നുണ്ട്. സ്വസ്ഥ, നിന്റെ അകത്ത് വീണ്ടും ജനിച്ച് ജീവനിരിക്കുന്നു. അത് നിന്റെ കൺമുമ്പിൽ മറച്ചെങ്കിൽ മരണഭാഷ. അതിൽ ശ്രദ്ധിക്കാതെ നിന്നെ തിരിക്കുന്നുവെങ്കിൽ മരണഭാഷ. അകത്തു വന്ന ദൈവത്തെ നിനക്ക് നോക്കാൻ പറ്റുന്നില്ലെങ്കിൽ കണക്ഷൻ, ബന്ധം മരണത്തോടാ. അതിനെ പൊട്ടിക്കാൻ ഒന്നാമത്തേതും വലുതും ആദ്യം മുതലുള്ളതുമായ കൽപ്പന, നിന്റെ ദൈവമായ കർത്താവിന് പൂർണ്ണ മനസ്സ്, പൂർണ്ണാത്മാവാണ്, പൂർണ്ണ ഹൃദയം. അതിനോട് ചേർന്ന് നിൽക്കും സഭയ്ക്കകത്തുള്ള വീണ്ടും ജനിച്ച നിന്റെ അടുത്തിരിക്കുന്ന സഹോദരൻ. അവനെ നിസ്സാരനായി കാണില്ല. അവനെ നീ എങ്ങനെ സ്നേഹിക്കുന്നുവോ അതനുസരിച്ചായിരിക്കും നിന്റെ അകത്ത് ജീവൻ ഒഴുകുന്നത്. അതിനുവേണ്ടി വെച്ചിരിക്കുക, നിന്റെ അടുത്തിരുത്തിയിരിക്കുക. അവൻ നിസ്സാരനായി കാണരുത്. ഹല്ലേലൂയ. എന്തേ ഞാൻ ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരിക്കാൻ പറഞ്ഞത്? നിസ്സാരമായി കാണരുത്. ഭാര്യ മക്കളാ, പക്ഷെ സഭയ്ക്കകത്ത നിസ്സാരമായി കാണരുത്. നിന്റെ അകത്തെ ജീവൻ ഒഴുകണമെങ്കിൽ നീ നിന്റെ ഭാര്യ പേര് അർഹതപ്പെട്ടത് കൊടുക്കണം. സ്തോത്രം. ഹല്ലേലൂയ. ഇതില്ലാതെ നിങ്ങൾ എവിടെ ഓടിയാലും എന്ത് ചെയ്താലും, നമ്മളൊന്ന് പാടിയതുപോലെ, കർത്താവേ എല്ലാം കയ്പ, എന്ത് ചെയ്താലും ആദ്യമെങ്കിൽ കയ്പാകിലും അത് പറയരുത്. കർത്താവേ ആദ്യമേ കയ്പ്, അവസാനം കയ്പ്, അങ്ങനെ പറ. ചുമ്മാ തെറ്റി പാടാൻ പറഞ്ഞത് നിന്റെ ജീവിതത്തെക്കുറിച്ച് നീ തന്നെ പാടണമെന്നാണ്. അങ്ങനെ അർഹത ഉള്ളവർ മാത്രം പാടിയ പോരെ. ആദ്യമെങ്കിൽ കയ്പാവില്ല, അന്തിമ മധുരമത്രേ. പക്ഷെ നീ പാടുമ്പോൾ പാസ്റ്റേ എപ്പോഴും കയ്പത്രേ, എപ്പോഴും കയ്പത്രേ, എപ്പോഴും കയ്പ്, ഇപ്പോഴും. അതിനെ പൊട്ടിക്കാൻ, അനുഭവത്തെ തകർക്കാൻ സിമ്പിൾ. എന്താ വചനം? ഞാൻ ഒന്നുകൂടി വായിക്കാം. 22-ാമത്തെ വാക്യം. അവന്റെ കൽപ്പനകളെ നാം പ്രമാണിച്ച് അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് എന്ത് യാചിച്ചാലും അവങ്കിൽ നിന്ന് ലഭിക്കും. അവന്റെ കൽപ്പനയോ അവന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നാം വിശ്വസിക്കുകയും അവൻ നമുക്ക് കൽപ്പന തന്നതുപോലെ അന്യോന്യം, നിന്റെ ഭാര്യ ആയാലും നിന്റെ അനുജത്തി ആയാലും ചേട്ടനായാലും അമ്മയായാലും അപ്പയായാലും അന്യോന്യം പറ. കള്ളം പറയാനല്ല പറഞ്ഞു. അന്യോന്യം സ്നേഹിക്കാൻ ശ്രമിക്കും. അങ്ങനെ പറ. സ്നേഹിക്കാൻ പറ്റത്തൊന്നുമില്ല, അത് കർത്താവ് തന്നാലേ. പക്ഷേ ഞാൻ പറഞ്ഞത് പരിശ്രമം, അധ്വാനം.
നമുക്ക് ആ ഉദാഹരണം പറയാൻ ശ്യാം ബ്രദറും രമേശ് സിസ്റ്ററോട്. സിസ്റ്ററെ, നടക്കുന്ന കാര്യമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ട് സ്നേഹിക്കും. പക്ഷെ പരിശ്രമം, എത്തുവാനുള്ള അധ്വാനം, ഇതാ വെളിപ്പെടേണ്ടത്. ഇത് നിങ്ങളുടെ ഭാഗത്തു നിന്ന് വെളിപ്പെട്ടാൽ ഒഴുകാൻ തുടങ്ങും ജീവന്റെ സമൃദ്ധി. ഈ ആഗ്രഹത്തിൽ നിന്ന്, ഈ കൊതിയിൽ നിന്ന്, ഈ പരിശ്രമത്തിൽ നിന്നൊഴുകും. അല്ല, നിങ്ങൾ തലകുത്തി നിന്നാലും നടക്കുന്ന പരിപാടിയല്ല. ജഡത്തിലിരിക്കുക, നടക്കത്തില്ല. ജഡം മാറി തേജസ്കരിക്കപ്പെട്ട ശരീരം വന്നാൽ നടക്കണം. ജഡത്തിൽ ഇരിക്കുന്നിടത്ത കാലം ഈ കൽപ്പനകളെ പൂർണ്ണമായി പ്രമാണിക്കാൻ പറ്റത്തില്ല. മനസ്സിലായോ? അത് പ്രമാണിക്കണമെങ്കിൽ ജീവന്റെ സമൃദ്ധി. പരിശ്രമിക്കുക. ആ കൊതി സ്വർഗം കാണട്ടെ, ആ വ്യഗ്രത പിതാവ് കാണട്ടെ. അപ്പൊ അതിന്റെ കൽപ്പനയെ കത്തുകൊള്ളാൻ ഞാൻ ശ്രമിക്കുക, ഞാൻ ഓടുക. അവനെ തേടി വരും ജീവൻ, അവനിൽ ഒഴുകും ജീവന്റെ സമൃദ്ധി.